എല്ലാവർക്കും വന്ദനം. യേശുവിൻ്റെ കൃപ ഓരോ ദിവസം കഴിയുന്തോറും നമ്മിൽ നിറഞ്ഞ് ഓവർഫ്ലോ ആകുന്നത് ഓർത്ത് സ്തോത്രം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കൃപമേൽ കൃപയുള്ളവരായി മാറുന്നു എന്നുള്ളത് ഉറപ്പാണ്. ദൈവത്താൽ ആരംഭിച്ച ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആത്മിക ഭൗതിക കൈത്താങ്ങൽ ഞങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആണ്. വീണ്ടും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇന്നൊരു ചിന്ത പറയാനുള്ളത്, ഈ ബ്ലാക്ക് ബോർഡ് പലർക്കും ഇഷ്ടമല്ല. കറുത്ത ബോർഡ്. ആരും ആരുടെയും വീടുകളിൽ ബ്ലാക്ക് ബോർഡ് പോലെയുള്ള പെയിന്റ് അടിക്കാറില്ല. എന്നാൽ ഈ കറുത്ത ബോർഡ്, ഈ ബ്ലാക്ക് ബോർഡ് ഒത്തിരി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശി. ഇന്ന് കാണുന്ന എല്ലാ മഹാന്മാരായത് അതിൻ്റെ പുറകിൽ ഒരു ബ്ലാക്ക് ബോർഡുണ്ട്. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ അധ്യാപകർ അതിലാണ് വെളുത്ത അക്ഷരം എഴുതുന്നത്. ആ കറുത്ത ബോർഡാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വെളിച്ചങ്ങളെ കൊണ്ടുവന്നത്. പല ഭാഷ പഠിക്കാനും ഇതുപോലെ. അപ്പോൾ നമ്മൾ വളരെ വിലയില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന പലതും മറ്റുള്ളവർക്ക് വളരെ വിലപിടിപ്പുള്ളതായി മാറുന്ന ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വില കുറഞ്ഞ ആൾക്കാർ, അവരൊക്കെ നമുക്ക് വലിയ വെളിച്ചം തന്നു. യേശു പറഞ്ഞു, ആ വിധവയായ സ്ത്രീ 2 കാശേ ഇട്ടുള്ളൂ, എന്നാൽ അവൾക്കുള്ളതെല്ലാം, ഉപജീവനത്തിനുള്ളതെല്ലാം ഇട്ടു. എങ്ങനെ ദൈവത്തിന് കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് ആ വിധവയാണ്, ധനവാന്മാരല്ല. അവർക്ക് ഉപജീവനത്തിനുള്ളതിൽ നിന്ന്, അവരുടെ സമൃദ്ധിയിൽ നിന്ന് അല്പമിട്ടു. എന്നാൽ ഇവളുടെ മുഴുവനും ദൈവത്തിന് വേണ്ടി കൊടുത്തു. ഹൃദയം കൊണ്ട് കൊടുക്കുക എന്ന് പഠിപ്പിച്ചത് ആ വിധവയാണ്. അതുപോലെ ഒത്തിരി പേര് വേദപുസ്തകത്തിലുണ്ട്. രൂത്ത്, ഒന്നുമില്ലാത്ത രൂത്ത്, അവൾ നമുക്ക് വലിയ വെളിച്ചം തന്നു. അവളുടെ തീരുമാനശേഷി. ആ അമ്മായിയമ്മ ഒരു ബ്ലാക്ക് ബോർഡായിരുന്നു. രൂത്ത് ഒരു ബ്ലാക്ക് ബോർഡായിരുന്നു. എന്നാൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവരനുഗ്രഹിക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം വീശി. രൂത്തിന്റെ പുസ്തകം ഒരു ചെറിയ പുസ്തകമാണെങ്കിലും ഒത്തിരി പേരെ വളരെയധികം സ്വാധീനിച്ചു. രാജാക്കന്മാരുടെ പുസ്തകത്തിലെയും ദിനവൃത്താന്ത പുസ്തകത്തിലെയും സംഖ്യാവർത്തനം ഇങ്ങനെയുള്ള പുസ്തകത്തിലെയും പല കാര്യങ്ങളും നമുക്കറിയില്ലെങ്കിലും രൂത്തിന്റെ പുസ്തകത്തിലെ എല്ലാ ചരിത്രവും നമുക്കറിയാം. വലിയ വെളിച്ചങ്ങളാണ് അവരുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ലഭിച്ചത്. ഇതുപോലെ നമ്മുടെ ആ കൊച്ചു ജീവിതത്തിൽ നിന്ന് ഒത്തിരി പേർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാനുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. ഈ ചെറിയ ജീവിതം കൊണ്ട് നമുക്ക് വലിയ വെളിച്ചം കൊടുക്കാൻ കർത്താവ് ശക്തി തരും. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് വായിക്കുന്ന പോലെ ഏത് സാഹചര്യത്തിലും നമുക്ക് പ്രകാശിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുക. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. You are Yahweh. You are Yahweh. You are Yahweh. You are Yahweh. You are Yahweh, Alpha and Omega.
Alpha and Omega. You are Yahweh, Alpha and Omega. You are Alpha and Omega. We worship you alone. You are worthy to be praised. You are Alpha and Omega. We worship you alone. You are worthy to be praised. We give you all the glory. We worship you alone. You are worthy to be praised. We give you all the glory. We worship you alone. You are worthy to be praised. We worship you alone. You are worthy to be praised. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 19-20 കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ജയിലിൽ വന്നിട്ട് നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാം ജനത്തോടും, എല്ലാ ജനത്തോടും അല്ല, ജീവൻ്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. നമ്മൾ ജനത്തോട് പറയേണ്ടത് ജീവൻ്റെ വചനമാണ്. നമ്മൾ പൊതുവെ ജനത്തോട് പറയുന്നത് ജീവൻ്റെ വചനമല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് വ്യത്യാസമില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ ജനങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നാണ് ദൂതന്മാർക്ക് നമ്മളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ വചനം പറയുമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. മർക്കോസിൻ്റെ സുവിശേഷം 16-20 ഒക്കെ വായിക്കുമ്പോൾ കാണാം, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു. എന്തുകൊണ്ടാണ് ദൂതന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? കർത്താവ് നമ്മുടെ കൂടെയാണ്. അതുകൊണ്ട് ദൂതന്മാർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കർത്താവിൻ്റെ വചനം എല്ലായിടത്തും പ്രസ്താവിച്ചാൽ കർത്താവും കൂടെയുണ്ട്. കർത്താവിൻ്റെ ഒരു അകമ്പടി തന്നെ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ഒരു കൃപയുടെ അനുഭവത്തിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അങ്ങനെ 21-ാം വാക്യത്തിൽ അവർ കേട്ടു, പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവർ ഈ സത്യം കേട്ടിട്ട് പുലർച്ചെ തന്നെ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഒരു വെളുപ്പിന് 6 മണിയൊക്കെ പുലർച്ചെ നേരം വെളുത്തു വരുമ്പോഴേ, അല്ലാണ്ട് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ച് തുടങ്ങാം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. വെളുപ്പിനെ ആരംഭിച്ചു. നേരം വെളുത്തു വരുമ്പോഴേ പ്രസംഗം തുടങ്ങി. ദൈവവചനം പറയാൻ ഇവർ ദേവാലയത്തിൽ ചെന്നു. അന്ന് രാത്രി അവർ നന്നായിട്ട് ഉറങ്ങിക്കാണും. രാവിലെ എഴുന്നേറ്റ് പറയണമെങ്കിൽ
എവിടെ കിടന്നാലും ഒരു ദൈവ പൈതലിനെ ഉറക്കം വരും. പലരും പറയുന്നത്, വിശ്വാസികൾ പോലും പറയുന്നത്, ഇപ്പോൾ പഴയ പോലെ ഉറക്കൂല. ആര് പറഞ്ഞു? നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ. കർത്താവ് ഉറങ്ങിയതുപോലെ, പത്രോസ് ഉറങ്ങിയതുപോലെ, കർത്താവ് വള്ളത്തിൽ കിടന്നുറങ്ങി. എങ്ങനെ ഉറങ്ങാൻ പറ്റും? അതിങ്ങനെ പൊങ്ങിയും താന്നും ഭയങ്കര ആർത്ത് ഉള്ള സ്വരം, ഭയങ്കര ശബ്ദമാണ് തിരമാലയുടെ. ഭയങ്കര കാറ്റടിച്ചിട്ട് വെള്ളം ചിതറി ഈ പടകിലോട്ട് തെറിക്കുന്ന ഈ നനഞ്ഞ അന്തരീക്ഷമാണ്. ഈ തണുത്ത അന്തരീക്ഷത്തിൽ വെള്ളം വള്ളത്തിലോട്ട് ചിതറുമ്പോഴും യേശു തലയണ വെച്ച് ഉറങ്ങുകയാണ്. നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി അറിയാം, ഞാൻ കർത്താവിൻ്റെ കൈകളിൽ, എൻ്റെ പിതാവ് എന്നെ കാക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് എഴുന്നേറ്റിരിക്കുന്നത്? കർത്താവ്, എൻ്റെ പിതാവ് ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഇസ്രായേലിലെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് എഴുന്നേറ്റിരിക്കുന്നത്? കർത്താവിന് കൂട്ടിരിക്കുന്നു. കർത്താവ് ഒറ്റയ്ക്ക് ഇരിക്കില്ല, എന്നാൽ കൂട്ടിരുന്നേക്കാം. കർത്താവെ കുറച്ചു നേരം ഉറങ്ങും, ഞാൻ ഇരിക്കുക പകരം എന്തിനാണ് രണ്ടുപേരിയ്ക്കുന്നത്? പണ്ടൊരാൾ ഓട്ടക്കാർ ഓടുന്നത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തിനും മറുപടി പറയുന്ന ചിലരുണ്ട്, എന്തിനും ഇത്രയും പേര് ഓടുന്നേ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഓടി 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 ആദ്യം എത്തുന്ന ആൾക്ക് 1ാം സമ്മാനം കിട്ടും. അപ്പോൾ ഇയാൾ പറയാണ്, എന്നാൽ പിന്നെ ആ 1ാമത് എത്തുന്ന ആൾ ഓടിയാൽ പോരെ, എല്ലാവരും കൂടി കിടന്ന് ഓടണം? എല്ലാറ്റിനും മറുപടി പറയുന്ന ആൾക്കാരുണ്ട്. കർത്താവ് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? കർത്താവിന് കിടന്നുറങ്ങിക്കൂടെ? ഞാനിവിടെ ഇല്ലേ? ഏതായാലും എനിക്ക് ഉറക്കമില്ല. ചിലർ രാത്രി മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്നത് കർത്താവിനെ ഉറക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ മയങ്ങുന്നില്ല. നിങ്ങളുടെ വിഷയത്തിലൊരു പരിഹാരം വരാതെ എനിക്കൊരു സ്വസ്ഥതയില്ല. അതാണ് കർത്താവ്. കർത്താവ് സ്വസ്ഥത കൊടുക്കില്ല ചിലർക്ക്. അതാണ് രൂത്ത് മരുമോളോട് പറയണം, മോളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയും വരെ അവൻ സ്വസ്ഥമായിരിക്കില്ല. ആര്? ബോവസിന്റെ കാൽക്കൽ പുലർച്ചയിൽ പോയി ആ പുതപ്പ് നീക്കി കിടന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ യവക്കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങുന്ന ബോവസ് രാവിലെ എഴുന്നേറ്റു. എൻ്റെ കാലിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്ന് കിടന്നുറങ്ങുന്നു. അപ്പോൾ യജമാനെ, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാ, ആ പുതപ്പെൻ്റെ മേൽ ഇടണമേ, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ. ഉടനെ ബോസ് പറഞ്ഞു, നീ നല്ല ചെറുപ്പക്കാരെ തേടി പോയില്ല, വേറെ ആൾക്കാരെ അന്വേഷിച്ചു പോയില്ല, നീ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ, ആ നിയമത്തിൽ ജീവിച്ചതുകൊണ്ട് നിനക്ക് വേണ്ടി ദൈവം കാര്യങ്ങൾ ചെയ്യും മകളെ. വ്യവസ്ഥയിൽ ജീവിച്ച ഒരു രൂത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തു. വ്യവസ്ഥയിൽ നിൽക്കണം, വഴികൾ തുറന്നു വരും. വ്യവസ്ഥയിൽ മുന്നോട്ട് പോയാൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ അവർ കേട്ടു, പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവർ നിർത്തിയില്ല, വെളുപ്പിനെ പരിപാടി. ഇതൊരു ജോലിയായിട്ട് അവരെടുത്തില്ല, ഇതൊരു ശ്വാസോച്ഛ്വാസം പോലെയായി അവർക്ക്. ഇവർക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യും കാലും വിറക്കൂല്ലേ? അവർ പറഞ്ഞു, ഒന്നടിക്കാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇന്നലെ അടിച്ചതിൻ്റെ ഹാങ് ഓവർ മാറി, ഇനിയിപ്പോൾ രാവിലെ കയ്യും കാലും വിറക്കുകയാണ്. ഇതാണ് ഇവർക്ക് ഇതൊരു ലഹരിയായി മാറി. ഇവരെ കളിയാക്കിയതാണ്, ഇവർ വീഞ്ഞു കുടിച്ചതാണെന്ന്. കാരണം ഇവർക്ക് ഇതൊരു ലഹരിയാണ്. ഇതൊരു ചടങ്ങല്ല, ലഹരിയാണ്, ഒരു വീര്യമാണ്. അപ്പോൾ പത്രോസ് പറയാണ്, ഇത് യോവേൽ നിങ്ങൾ ഉദ്ദേശിച്ച വീഞ്ഞല്ല, അതിനേക്കാൾ കൂടിയ സാധനമാണെന്ന്. ഇതില്ലെങ്കിൽ കൈവറക്കും. ഇത് സുവിശേഷം പറയുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. പൗലോസ് പറയാണ്, എൻ്റെ കൈയും കാലും വറക്കും. സുവിശേഷം ഞാൻ എല്ലാവരോടും പറഞ്ഞേ മതിയാവും. ഇതൊരു ലഹരിയാണ്. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ പറയുന്നത്, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ കർത്താവ് നമ്മെ വീഞ്ഞു വീട്ടിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ലഹരിയാണ്, ഇതൊരു സന്തോഷമാണ്. ഇത് ആരോഗ്യം പോകുന്ന ലഹരിയല്ല,
നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ലഹരിയാണ്. ജനങ്ങളെ വിടുവിക്കുന്ന ലഹരിയാണ്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ വീര്യം നമുക്ക് തന്നത്. രാവിലെ ആൾക്കാർ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഉപദേശിക്കണമെങ്കിൽ ഇവരുടെ മേൽ വ്യാപരിച്ച ദൈവകൃപ എത്ര ഭയങ്കരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ലഹരി. ആ കാനാവിലെ കല്യാണ വീട്ടിൽ ഇത്രയും നല്ലത് നീ ഒടുവിൽ സൂക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ ഏറ്റവും നല്ലത് പുറത്തെടുക്കുന്ന കർത്താവ്, ഏറ്റവും നല്ല ലഹരി. ഓരോ ദിവസം കഴിയുന്തോറും പ്രായം കൂടുന്നതിനനുസരിച്ച് നിന്റെ ലഹരിയും കൂടും. നിന്റെ പ്രശ്നങ്ങൾ കൂടുമെന്നല്ല, നിന്റെ രോഗം കൂടുമെന്നല്ല, നിന്റെ ക്ഷീണം കൂടുമെന്നല്ല. ഇത്രയും നല്ലത് എവിടെയായിരുന്നു? മോശയുടെ കണ്ണു മങ്ങുന്നില്ല, 120 വയസ്സായി. ഇത്രയും നല്ലത് അവൻ്റെ ഒടുവിലത്തെ 40 വർഷം ഏറ്റവും നല്ല ലഹരി. കാലേബ് പറയുന്നത്, ഇതുണ്ടെങ്കിൽ ഏത് മലയും ഞാൻ പിടിക്കും. അതെത്ര വലിയ അനാക്കിയ മലനാണെങ്കിലും ഞാനതിനെ പിടിക്കും. ഞങ്ങൾ ഈ സിമിത്തേരിയിൽ അടക്കാൻ ചെല്ലുമ്പോൾ ഈ കുഴിവെട്ടാനൊക്കെ വരുന്നവരുണ്ട്. സിമിത്തേരിയിലെ കാര്യങ്ങളൊക്കെ ആരംഭകാലത്ത് സെല്ലുകളില്ലാത്ത സമയത്ത് ഈ കുഴിവെട്ടാൻ വരുന്നവർ അവർ പറയും, സാറേ 2 അടിച്ചിട്ട് വരട്ടെ. ലഹരി ഉണ്ടെങ്കിലേ ഈ കുഴിവെട്ടാൻ പറ്റുള്ളൂ. കുഴിവെട്ടുമ്പോൾ ഈ പല ശവശരീരങ്ങൾ കാണും, തലയോട്ടി കാണും. നമുക്കൊന്നും ആ ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല. അവർക്ക് ലഹരി ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ നേരിടാൻ പറ്റും. ഇതാണ് ലോകത്തിൻ്റെ ലഹരി. അവരങ്ങനെ പറയുന്നത്. മോർച്ചറിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പലരും കുപ്പി മേടിച്ചു കൊടുക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ്? അവർക്ക് ക്ഷീണം മാറാനും ലഹരി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ, നമ്മൾ നേരിടാത്ത വിഷയത്തെ നേരിടാൻ അവർ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് ദൈവം ആരും നേരിടാത്ത വിഷയത്തെ നേരിടാൻ വീഞ്ഞു വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഉത്തമഗീതത്തിൽ പറയണം, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ ആ ലഹരി തരാനാണ്. വിശ്വാസത്തിൽ വന്നിട്ട് ഒരു ലഹരി ഇല്ലാത്ത ആൾക്കാര് സഭയിൽ വന്ന് യാതൊരു മൂടും ഇല്ലാതിരിക്കുന്നതാണ്. ഇത് അടിച്ചവനൊരു മൂടാ, ഇതൊരു ലഹരിയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വീര്യമാണ്. അവനൊരു പാട്ട് കേട്ടാൽ അവൻ ഇങ്ങനെ വെറുതെ ആ പാട്ടും കേട്ട് വെറുതെ കയ്യും കെട്ടിയിരിക്കില്ല. അവൻ അങ്ങനെ ഒരു ഫോൺ എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോവുക വരിക അവൻ ചെയ്യില്ല. അവന് ലഹരിയാണ്. അവൻ ഫോണൊന്നും ശ്രദ്ധിക്കില്ല, അവൻ ആ പാട്ടിലാകും. ഈ ചിലർക്ക് ഈ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ, നാടൻ ഭാഷയെ പറഞ്ഞാൽ അവർക്ക് അപ്പോഴാണ് പാട്ട് വരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പുള്ളിക്കാരുണ്ട്. എന്നെ കണ്ട സാറേ എന്നൊക്കെ വിളിച്ചിട്ട് പോകും. വൈകിട്ടാകുമ്പോൾ എന്നെ കാണുമ്പോൾ ഓരോ വീടിൻ്റെ മുമ്പിലൊന്ന് ഓരോ പാട്ടാണ്. എന്നെ കാണുമ്പോൾ ഒരു യേശുദാസിൻ്റെ ഒരു പാട്ട് പാടും. ഏതാണ്? കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. അപ്പോൾ ആ ദൈവത്തോട് ബന്ധപ്പെട്ട ഒരു പാട്ട്. പുള്ളിക്ക് ആകെ അറിയാവുന്ന പാട്ടതാണ്. കരയാൻ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ. അപ്പോൾ ദൈവമൊക്കെ കണ്ണു തുറക്കാത്ത ദൈവമാണ്. ഇതിൻ്റെ പുറകെ സാറ് നടക്കണ്ട എന്നാണ്. നേരം വെളുക്കുമ്പോൾ കാണുമ്പോൾ വളരെ ബഹുമാനത്തോടെ, സാറേ വൈകിട്ടാകുമ്പോൾ വേറൊരു പാട്ട് വരികയാണ്. അപ്പോൾ ഈ വീര്യമെന്ന് പറയുന്നത് അത് ഒരു ലഹരിയാണ്. ഇതൊരു ആരാധനയ്ക്ക് വേണ്ടി വിഷയങ്ങളെ നേരിടാൻ അതിരാവിലെ അവർ സുവിശേഷം ആരംഭിച്ചു. ഒരു ഡ്യൂട്ടി അല്ല, ഇതൊരു വീര്യമാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വീര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇതിനകത്തുനിന്ന് കുറേ വ്യാഖ്യാനം പറഞ്ഞ് അത് AD ഇത്രാം ആണ്ടിൽ ഇന്ന പുസ്തകത്തിൽ ചാവുകടൽ ചുരുളുകളിൽ അതുണ്ടായിരുന്നു, ഇതൊക്കെ പറയാനൊന്നുമല്ല ഞാനിരിക്കുന്നത്. ഇതിനകത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ മൂവിനെ നിങ്ങളെ അകത്ത് കൊണ്ടുവരാനാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അതിരാവിലെയും 24 മണിക്കൂറും ഈ ഒരു ആത്മീക മൂഡിലിരിക്കാൻ, ലഹരിയിലിരിക്കാൻ, നിങ്ങൾക്കൊരു വീര്യം പകർന്നു തരാൻ ഞങ്ങളെ ദൈവം ആക്കിയിരിക്കുകയാണ്. ഇന്ന് ഇത് കേട്ട ഓരോ വ്യക്തികൾക്കും അതിനുള്ള ഏത് വിഷയത്തെ നേരിടാനുള്ളൊരു മൂഡ് പരിശുദ്ധാത്മാവ് തരും. അതിരാവിലെ തന്നെ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കാനുള്ളൊരു മൂഡ്. ഏറ്റവും പ്രതികൂലമുള്ളിടത്തേക്ക് പോകാൻ ഇവർക്ക് അറിഞ്ഞൂടെ. മഹാപുരോഹിതന്മാര് പള്ളിയുടെ മെയിൻ ആൾക്കാരാണ്. അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ നേരെ കാട്ടിലോട്ട് പോയിക്കൂടെ? വീരപ്പൻ ഒളിച്ച കാട് പോലത്തെ കാടുകളിലൊക്കെ പോയിരിക്കേണ്ടതിന് പകരം നേരെ ഇവരുടെ വായിലോട്ട് തന്നെ ചെല്ലാൻ. അതാണ് ലഹരി.
പേടിയൊന്നുമില്ല. നിങ്ങൾ പിടിച്ചകത്താക്കിയതല്ലേ. വീണ്ടും ഇതാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഒളിച്ചോട്ടത്തിൻ്റെ ആൾക്കാരല്ല. ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്. അതാണ് അവരവിടെ പറയുന്നത്. ദൈവമക്കളെ, ഈ ലഹരിയിലേക്ക് നമ്മൾ വരാത്ത കാലത്തോളം റിവൈവൽ, ഉണർവ് കാണത്തില്ല. ഉണർവിൽ സംഭവിക്കുന്നത് എല്ലായിടത്തും സുവിശേഷം അതിൻ്റെ തനിമയോടെ ഏത് വെല്ലുവിളികളെ നേരിട്ട് സംസാരിക്കുന്നതിൻ്റെ പേരാണ് റിവൈവൽ. റിവൈവൽ എന്ന് പറഞ്ഞാൽ എന്തിനെ നേരിടും? പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയിൽ ആ ഒരു റിവൈവൽ നമ്മിൽ സംഭവിക്കട്ടെ. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരാത്മീക ലഹരി ഉണ്ടാകട്ടെ. പ്രാർത്ഥനയിലൊരു ലഹരി, ആരാധനയിലൊരു ലഹരി, വചനം ധ്യാനിക്കുന്നതിലൊരു ലഹരി ഒരു അഡിക്ഷനായി മാറട്ടെ. ബൈബിൾ ഒരു അഡിക്ഷനായി മാറട്ടെ. ആത്മാവിൽ പ്രാർത്ഥന ഒരു അഡിക്ഷനായി മാറട്ടെ. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഒരു അഡിക്ഷനായി മാറട്ടെ. രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ളത് അതൊരു അഡിക്ഷനാക്കി കർത്താവെ ഞങ്ങളിൽ മാറണം. ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ വാക്ക് എല്ലാം ഇത് തന്നെയായി മാറട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആ കൃപയുണ്ടാകും. കർത്താവിൻ്റെ കൈകളിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കും. ഒരു വലിയ ആത്മപകർച്ചയിലേക്ക് ഞങ്ങളെ നയിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. കർത്താവിൻ്റെ ബലത്തിൽ നമുക്ക് ജീവിക്കാം. വാഷിങ്ടൺ DC-യിലെ മീറ്റിങ്ങുകൾ ഇന്നൊക്കെ ഉണ്ട്. US-ഉമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഞങ്ങളെ വാഷിങ്ടൺ DC-യിൽ വന്ന് കാണാൻ കഴിയുന്നവർ അവിടെ വിളിക്കുകയോ കാണുകയോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിൻ്റെ വലിയ കരുണ, കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. God bless you.